അതിഥികളിലേക്ക് ഈ വിധി വരുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ അത് എങ്ങനെയാണ് പ്രതിഫലിച്ചത്, ഇനി വരാൻ പോകുന്ന വിധി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബെങ്കാനൂർ ശിവശങ്കരനും റിട്ടയർഡ് SP റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ബെങ്കാനൂർ ശിവശങ്കരൻ, ഒരു വിധി വരുമ്പോൾ അവിടെ ആദ്യ ദിവസമാണ്, അതിൽ കുറ്റക്കാരൊക്കെയാണെന്ന് നോക്കുമ്പോൾ 1 മുതൽ 6 വരെയാണ്. ബാക്കി 4 പേർക്ക്, ദിലീപ് ഉൾപ്പെടെ 8ാം പ്രതി അടക്കം 4 പേർക്ക് ആശ്വാസമുണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ പ്രോസിക്യൂഷന് മുന്നിലേക്ക് ഒരുപാട് തെളിവുകൾ ട്രയൽ ഘട്ടത്തിൽ അവർ കൊണ്ടുവന്നു. പക്ഷേ ആ കൊണ്ടുവന്ന തെളിവുകൾ, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തെളിവുകളൊന്നും ദിലീപിനെതിരെ തെളിയിക്കപ്പെടുന്നില്ല, ദിലീപിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണ്, എവിടെയാണ് പ്രോസിക്യൂഷന് പിഴവ് പറ്റിയതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സംഗതി വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളുടെ ന്യൂസിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1ലധികം കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ആദ്യത്തെ കുറ്റപത്രം ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കുറ്റപത്രത്തിലാണ് അതിനകത്തൊരു കോൺസ്പിറസി ആംഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പ്രതികൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ള ഇൻറ്റൻഷൻ അഥവാ മോട്ടീവ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ദിലീപിനെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ്. അപ്പം ഞാൻ ഈ വിഷയത്തിൽ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ സാധാരണ പോലീസുകാർ ചെയ്യുന്നൊരു സംഗതിയുണ്ട്. അതായത് അവരൊരു കേസ് ഷെയ്പ്പ് ചെയ്യുക എന്ന് പറയും, അഥവാ പോളിഷ് ചെയ്യുക എന്ന് പറയും. അതായത് ഏറ്റവും നന്നായി, അവരുടെ ഭാഷയിൽ ഏറ്റവും നന്നായി ഒരു കേസ് ഷെയ്പ്പ് ചെയ്യുമ്പോൾ അഥവാ പോളിഷ് ചെയ്യുമ്പോൾ ചില കൂട്ടിച്ചേർക്കലുകളും ചില വിട്ടുകളയലുമൊക്കെ ഒരു സാധാരണ നടത്താറുണ്ട്. അപ്പോൾ ഈ കേസിലും വളരെ ദീർഘമായി സാക്ഷികളെ ക്രോസ് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രതികളുടെ വക്കീലിന് ലഭ്യമായത് ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും വിട്ടുകളയലും ഒക്കെ ചേർത്ത് കേസ് ഷെയ്പ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാകാനാണ് സാധ്യത. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഈ ക്രൈസ്തവ പുരോഹിതർ പ്രതികളായിട്ടുള്ള 2 കേസുകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കേസിൽ പ്രതികളെ ശിക്ഷിച്ചു, വേറൊരു കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. അപ്പോൾ ആ വെറുതെ വിട്ട കേസ് എന്ന് പറയുന്നത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണ്. പക്ഷേ ആ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയാൽ ആ കേസിൽ ഒരു അതായത് പ്രതികളെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള പോലീസിൻ്റെ പോളിഷിംഗ് അഥവാ ഷേപ്പിംഗ് എന്ന് പറയുന്ന ആ സംഗതിയുമായി വന്നിട്ടുള്ള അപാകതകളും അപകടങ്ങളും കാരണമാണ്. അതേ സംഗതി തന്നെ കൃത്യമായി ഈ കേസിലും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു കേസിലാണെങ്കിൽ പോലും കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കുക, തെളിവുകളുടെ അഭാവത്തിൽ അഥവാ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകുക എന്ന് പറയുന്നത് ഒരു 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 സ്വാധീനത്തിന് വഴങ്ങാത്ത, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു പൊതുജനരോഷം എതിരാകുമെന്ന് ഭയപ്പെടാത്ത ഒരു നിർഭയനായ അല്ലെങ്കിൽ നിർഭയ ജഡ്ജിനെ സംബന്ധിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. തെളിവുകളുടെ അഭാവവും സംശയത്തിൻ്റെ ആനുകൂല്യവും തന്നെ ആയിരിക്കണം 7 മുതലുള്ള പ്രതികളെ വെറുതെ വിടാൻ ആ കോടതിയെ നിർബന്ധിതയാക്കിയത്. നമ്മോടൊപ്പം ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ അറ്റൻഷൻ കിട്ടിയ ഒരു കേസാണ്. ആ കേസിൽ വലിയ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ കഠിന വഴികളിലൂടെയൊക്കെയാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം ആ 8.5 വർഷം കടന്നു പോകാൻ കഴിഞ്ഞത്. ആ വിധിയിൽ അതിജീവിതയെ സംബന്ധിച്ചുള്ള അതിജീവ പലപ്പോഴായതൊക്കെ തന്നെ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുമുള്ളതാണ്. ഇതിപ്പോൾ വിധി വരുമ്പോൾ ഫസ്റ്റ് കുറ്റപത്രം, ആദ്യ കുറ്റപത്രത്തിലെ പ്രതികളാണ് കുറ്റക്കാരായി മാറുന്നത്. രണ്ടാമത്തെ കുറ്റപത്രത്തിലുണ്ടായ പിഴവുകൾ എന്തൊക്കെയാണ്? കാരണം അതിൽ ഗൂഢാലോചന എന്ന പ്രധാനപ്പെട്ട ഒരു വലിയ ചലഞ്ചാണ്. ഗൂഢാലോചന എല്ലായ്പ്പോഴും അത് തെളിയിക്കുക എന്നുള്ളത്. കാരണം ഡയറക്റ്റ് കണക്ഷൻ പലപ്പോഴും ഈ പ്രതികളുമായിട്ട് അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് വന്ന് ഭവിക്കണമെന്നില്ല. അപ്പോൾ അത് തെളിയിക്കപ്പെടുക എന്നത് അത്യാവശ്യം അതിനെ കണക്റ്റിംഗ് എവിഡൻസ് ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അടക്കം അല്ലെ ഡിജിറ്റലായിട്ടുള്ള രേഖകളൊക്കെ വേണം. പക്ഷേ ആ ഡിജിറ്റൽ രേഖകളൊക്കെ പലതും പ്രൊഡ്യൂസ് ചെയ്തതായി അവകാശപ്പെട്ടിരുന്നു പ്രോസിക്യൂഷൻ. പക്ഷേ അതൊന്നും അസ്ഥാനത്തായി അതൊക്കെ മാറിയത് എന്തുകൊണ്ടായിരിക്കണം? എന്തുകൊണ്ട് ദിലീപിന് വലിയൊരു ആശ്വാസം 8ാം പ്രതിക്ക് ഈ കേസിൽ കിട്ടിയിട്ടുണ്ട്? അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആശ്വാസം ആയില്ല. ഒരു 50% ആശ്വാസമായിട്ടുണ്ടാവാം. കാരണം ഈ കടമ്പ കഴിഞ്ഞ് 2 കടമ്പയും കൂടെ കിടക്കണമല്ലോ. ഹൈക്കോടതിയിലോട്ടും പോകണം, സുപ്രീം കോടതിയിലോട്ടും പോകണം. ഹൈക്കോടതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷന് ഒരു കൺവിഷൻ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകും. ഇത് ഈ കേസിനകത്ത് 1 മുതൽ 6 പ്രതികൾ അവർ കൊട്ടേഷൻ എടുത്തതാണ്. അത് കൃത്യമായിട്ട് അവരെ ഗാങ് റേപ്പിൻ്റെ പരിധിയിൽ വന്ന ശിക്ഷ അവർക്ക് ലഭിക്കും. 20 വർഷമോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് 20 വർഷം കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ 6 പേരെ ആ കൂടെ
ശിക്ഷിക്കപ്പെടും. അത് 12-ാം തീയതി ആ ശിക്ഷാവിധി പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 7, 8, 9 പ്രതികളെ വെറുതെ വിട്ടു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത് 120B ഗൂഢാലോചനയ്ക്കകത്താണ് അവരെ, കാരണം നേരിട്ട് അവർ ആക്ഷനൊന്നും പോയിട്ടില്ല. 8-ാം പ്രതി ദിലീപിൻ്റെ കൊട്ടേഷൻ പ്രകാരമാണ് ഈ സംഭവം നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല എവിഡൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നാലേ നമുക്ക് കോടതി ഏത് രീതിയിലാണ് അത് ഒബ്സർവ് ചെയ്ത് അത് എന്നൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. പക്ഷേ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അത് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു ഗൂഢാലോചന പലപ്പോഴും നമുക്ക് എവിഡൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെൻറ്റിനകത്തുണ്ട്. ഒരല്പം ഗൂഢാലോചനയിലെ ആ ആൾക്ക് അല്പം പങ്കുണ്ടെന്ന് മാത്രം മതി ശിക്ഷിക്കാൻ. കാരണം ഇവിടെ ഗൂഢാലോചനയുടെ അത് പ്രൂവ് ചെയ്യാൻ 7 സ്ഥലത്ത് വെച്ച് ഈ കേസിലെ ദിലീപും ഈ 1-ാം പ്രതിയും തമ്മിൽ കണ്ടതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്തതെന്നുള്ളത് ഗൂഢാലോചനയിൽ സാധാരണഗതിയിൽ കിട്ടില്ല. പക്ഷേ ആ ഗൂഢാലോചനയിൽ അവർ തമ്മിൽ കണ്ടു എന്നുള്ളതും അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് നടന്നതെന്നും പോലീസ് ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ നന്നായിട്ട് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്തെന്നാണ് ഞാൻ നോക്കുന്നത്. കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് കോടതി അത് ഏത് രീതിയിലാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്തത്? കാരണം ഒരു ഗൂഢാലോചനയ്ക്ക് ഇത്രയും വലിയ എവിഡൻസ് പ്രോസിക്യൂഷനിൽ ഒരിടത്തും പോലീസ് കളക്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര രീതിയിൽ ആ പ്രോസിക്യൂഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചന തെളിയിച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ കോടതി അത് ഏത് രീതി കണ്ടു എന്ന് നമുക്കറിയത്തില്ല. അത് ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാവും. ശ്രീ ജോർജ് ജോസഫ്, മറ്റൊരാൾ എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം. കാരണം ഏതോ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢാലോചനക്കാരൻ, അത് ദിലീപ് എന്ന് എന്തായാലും ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തി. പക്ഷേ കോടതി അത് നിഷേധിക്കുമ്പോൾ മറ്റാരും അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഈ നടിയെ ഹീനകൃത്യത്തിന് വിധേയമാക്കുന്ന സമയത്ത് പോലും ഈ പൾസർ സുനി പറയുന്നുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന അന്വേഷിക്കേണ്ടതല്ലേ? അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടില്ലേ ഒരു പൂർണ്ണ ഒരു ജഡ്ജിമെന്റ് വരുമ്പോൾ? ദിലീപ് അല്ലെങ്കിൽ മറ്റൊരാളോ? ദിലീപിന്റെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പൾസർ സുനി അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിക്ക് അപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനക്കാരൻ ആരാണ് എന്ന് കണ്ടെത്തേണ്ട ബാധ്യത വരുന്നില്ലേ? അത് ഈ പൂർണ്ണമായ ജഡ്ജിമെന്റിൽ അങ്ങനെ ഒരു ക്ലോസ് ആയിട്ട് മാറുമോ? വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇതിനപ്പുറത്തോട്ട് ഇനി പോലീസ് പോകത്തുമില്ല. അതിനകത്ത് വേറൊരു ഗൂഢാലോചന പോലീസ് നാനാവിധം അന്വേഷിച്ചിട്ടുണ്ട്. വേറൊരു ഗൂഢാലോചന ഇല്ല. കാരണം ഇതിനകത്ത് ഒരു മോട്ടീവ് വേണമല്ലോ. 1 മുതൽ 6 പ്രതികൾ എന്തിനാണ് ഈ ഒരു അതിജീവിതയെ പീഡിപ്പിച്ചത്? എന്ത് കാര്യത്തിനാണ്? അതിന് പോലീസ് കണ്ടെത്തിയത് ആ ഗൂഢാലോചനയുടെ കാര്യം കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കോടതിക്ക് അത് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ്? അത് ജഡ്ജ്മെൻറ്റ് വരട്ടെ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ് അയാളുടെ മോട്ടീവ് എന്താണ്? പിന്നെ അത് നമ്മൾ പറയണ്ടേ? അത് മോട്ടീവ് ഇല്ലാതെ ഒരാൾ എങ്ങനെയാണ് ഇവരെ അതിജീവിതത്തെ പീഡിപ്പിക്കുന്നത്? അവരെ എന്തെങ്കിലും പൈസ അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം പോലീസ് ഇനി ഇതിനകത്ത് പല ആരോപണങ്ങളും പലരും പറയുന്നുണ്ടെങ്കിലും പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ കണ്ടെത്തിയതിൻ്റെ കുറ്റചാർജിനകത്ത് അതിൻ്റെ പ്രോസിക്യൂഷൻ എവിഡൻസ് എല്ലാം കോടതി. ശരിയാണ്, അങ്ങ് പറഞ്ഞ പോലെ പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണല്ലോ ഇപ്പോൾ മനസ്സിലായത്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, നമുക്കറിയാം ഈ കേസിനെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മാധ്യമ വിചാരണ എന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു പൊതുബോധമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് വെച്ചിട്ടുള്ള ഒരു കോടതി ഒരു തീരുമാനം പുറപ്പെടുവിക്കുക. കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളാണ്. ഇപ്പോൾ ദിലീപിനെതിരെ വരുന്ന അല്ലെങ്കിൽ ഏത് പ്രതിക്കെതിരെ വരുന്ന തെളിവുകൾ, അത് അയാൾ പ്രതിയാണ് അല്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടാതെ ഒരു കാര്യം സംഭവിക്കാൻ പോയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകൾ നടക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ആ കോടതി വിധിയെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ അത് പാലിക്കപ്പെട്ടു എന്ന നിലയിൽ തന്നെയാണോ കാണുന്നത്? അതോ മറ്റെന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടലുകളോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങളെ കണ്ടില്ല എന്ന ഒരു വിമർശനമോ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടോ? മറ്റൊരു കേസ് റെഫർ ചെയ്തത്, അതായത് നമ്മുടെ പൊതുബോധത്തിന് നിരക്കാത്ത ഒരു സംഭവമായിരുന്നു നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ബിഷപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസ്. അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി ആ പ്രതിയെ വെറുതെ വിടുന്നതിന് ആശ്രയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ പ്രോസിക്യൂഷൻ കേസിൻ്റെ ഇൻകൺസിസ്റ്റൻസീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അഡ്യൂസ് ചെയ്ത എവിഡൻസിൻ്റെ ഇൻകൺസിസ്റ്റൻസീസും ഒക്കെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട കോടതി അന്ന് പറഞ്ഞത്, അതായത് സംശയത്തിൻ്റെ ആനുകൂല്യം എനിക്കൊരിക്കലും പ്രോസിക്യൂഷന് നൽകാൻ കഴിയില്ല,
സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാൻ കഴിയുന്നത് പ്രതികൾക്കാണ് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യയിലെ സംവിധാനവും അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതികളെ വെറുതെ വിടുന്നു എന്നാണ് ആ ജഡ്ജ് വളരെ നിർഭയനായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയത്. അത് ശരിക്കും ഒരുപാട് തരം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിലും ഒരു പർട്ടിക്കുലർ വ്യക്തി കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്ന് ബഹുമാനപ്പെട്ട ഒരു കോടതിക്ക് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ, അയാളെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡിഗ്രി ഓഫ് എവിഡൻസ് വേണം. അതിനകത്ത് സ്വാഭാവികമായിട്ടും സംശയത്തിന്റെ ആനുകൂല്യം അല്ലെങ്കിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം അതിലൂടെ ചേർത്തോട്ടെ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന പല കേസുകളും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തെളിവുകളായിട്ട് പല കാര്യങ്ങൾ കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വൈകാരികമായ ഒരു പ്രതികരണം ആളുകളിൽ നോക്കിയുണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ അതിന് മുൻപ് എന്ത് നടന്നു, അതിനുശേഷം എന്ത് നടന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യപ്പെടണ്ടേ? അപ്പോൾ അത് പ്രൂവ് ചെയ്യാതെ ഒരു ഹിസ്റ്റീരിയ ഉണ്ടാക്കിയെടുത്തൊന്നും നമുക്ക് ഒരാളെ കുറ്റക്കാരനാക്കുകയോ കുറ്റക്കാരനല്ലാതാക്കുകയോ ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്ത് ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലൊരു സിനിമാ നടനും ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നെങ്കിൽ ഇത്രയും നാൾ അയാൾ ജയിലിൽ കിടക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഒരു സാധാരണ ഒരു ക്രിമിനൽ വക്കീലിൻ്റെ കയ്യിൽ പോലും ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി ജാമ്യാപേക്ഷയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെ മുന്നേ തന്നെ അയാൾക്ക് ജാമ്യം കിട്ടുമായിരുന്നു. അയാൾ ജയിലിൽ ഇത്രയും നാൾ കഴിയേണ്ടി വന്നത് തന്നെ ഈ വിഷയം ഇത്രയും സെൻസേഷണൽ ആയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ദിലീപിനെ ന്യായീകരിച്ച് പറയുന്നതല്ല, അതിജീവിതയെ കുറ്റപ്പെടുത്തി പറയുന്നതുമല്ല, ഞാനൊരു സാധാരണ സാഹചര്യം പറഞ്ഞതാണ്. അപ്പോൾ അതേ തരം തന്നെ ഒരു മോറൽ കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ടുള്ളൊരു കൺവിക്ഷൻ ബഹുമാനപ്പെട്ട കോടതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വിചാരിക്കരുത്. കാരണം നാളെ നമ്മളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇതുപോലെയുള്ളൊരു പബ്ലിക് ആങ്കർ മാത്രം വെച്ചിട്ടൊരു കോടതി ശിക്ഷിക്കാൻ നിന്നാലോ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികൾ നിർഭയമായും നിഷ്പക്ഷമായിട്ടും തന്നെ അത് പ്രവർത്തിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഈ കേസിന്റെ സ്പെസിഫിക് കേസ് അഡ്വക്കേറ്റ് വെങ്ങാനൂർ നോക്കുമ്പോൾ ഈ ട്രയൽ കോടതിയിൽ 2 പ്രധാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിൻവാങ്ങുന്ന സാഹചര്യം നമുക്കറിയാം. അവരെന്താണ്, ഒരു തരത്തിലും നീതി അതായത് ജസ്റ്റിസ് അവിടുത്തെ ട്രയൽ കോർഡിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രയൽ ഈ 2 ഭാഗത്തെയും ഒരുപോലെ കൊണ്ടുപോകേണ്ട അവിടുത്തെ ജഡ്ജി പോലും പക്ഷപാതപരമായി പെരുമാറുന്നു. ആവലാതിക്കാരുടെ അതായത് ഇരയുടെ ഗ്രീവൻസ് ഒരു തരത്തിലും പരിഗണിക്കപ്പെടുന്നില്ല. ഇരയ്ക്ക് പലപ്പോഴായി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നു, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ഒരു അസാധാരണമാണ് ഒരു ട്രയൽ കോർട്ട് ജഡ്ജി മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം. അപ്പോൾ ഒരു തരത്തിലും ഇരയെ കേൾക്കുന്നില്ല എന്ന ആവലാതി പലപ്പോഴായി ഈ കേസിൽ അറ്റൻഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ വിധി വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആവലാതികൾ ചേർത്ത് വായിച്ചാണ് നേരത്തെ ഇതിലൊന്നും അത്ഭുതമില്ല എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റായ ഒരു സന്ദേശം നൽകുന്നുണ്ടോ? അല്ല, അതിനൊരു മറുപടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും ന്യായീകരിച്ച് പറയുന്നതല്ല. ഇത്തരത്തിലുള്ള ആരോപണം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലും സുപ്രീം കോടതിയുടെ മുന്നിലും ഒക്കെ എത്തിയല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ, അവിടെയുള്ള ജഡ്ജിമാരൊക്കെ തന്നെ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു ജഡ്ജിയെ മാറ്റി വേറൊരു ജഡ്ജിയെ ട്രയൽ ഏൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഗതി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആ ആരോപണങ്ങളിൽ കഴമ്പുള്ളതായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ തോന്നിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ ഹാഷ് വാല്യൂവിൻ്റെ കാര്യത്തിൽ പോലും ഇരയുടെ ഒരു ഗ്രീവൻസ് ആണ്. ഹാഷ് വാല്യൂ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് ആ ഇര പറഞ്ഞത്. പക്ഷെ അത് കേട്ടില്ല. അതിന്മേലുണ്ടായിട്ടുള്ള റിപ്പോർട്ട് പോലും അതിനൊരു പര്യവസാനം ഉണ്ടായിട്ടില്ല. അതൊക്കെയാണ് ആവലാതിക്കാരി പറയുന്നത്. അതെ, ഞാൻ ഇദ്ദേഹം അതാ പറഞ്ഞത്. അതായത് ആ വിഷയം ബഹുമാനപ്പെട്ട മേൽക്കോടതി പറയുകയും പിന്നീട് അതിന്റെ തുടർച്ച ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക തരം നടപടി സ്വീകരിക്കാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരോപണങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പോലും കൃത്യമായ നടപടി വേണ്ടുന്ന ഒരു കാര്യമായി അതിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു മേൽക്കോടതിക്ക് തോന്നാത്തൊരു കാര്യം ശരിയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. മേൽക്കോടതിക്ക് തെറ്റാണെന്നും ശരിയാണെന്നും കോടതി പറഞ്ഞിട്ടില്ല. ചില പ്രത്യേകതരം നടപടികളാണ് പറഞ്ഞത്. അത് നടന്നു എന്നാണ് എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പരിമിതമായൊരറിവ്. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ശ്രീ വെങ്ങാനൂർ പറഞ്ഞതുപോലെ തന്നെ ജഡ്ജിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ നമ്മൾ മറ്റ് വിചാരണകളോ പുറത്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നടക്കുന്നത് അതിനേക്കാൾ ഉപരി തെളിവുകളാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ട്രയൽ കോടതിയിൽ ഇക്കാര്യങ്ങൾക്കൊന്നും നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു ഇരയ്ക്ക് തോന്നുകയാണെങ്കിൽ അല്ലെ പ്രോസിക്യൂഷന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. പ്രിൻസിപ്പൽ ഈ കോടതി ആയതുകൊണ്ട്, ജില്ലാ കോടതി ആയതുകൊണ്ട്, പ്രത്യേക കോടതി ആയതുകൊണ്ട് അടുത്തതിന് ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ പൾസർ സുനിയുടെ സ്പോൺസർ അങ്ങനെയുണ്ടെങ്കിൽ ആരാണ്? ഈ കൃത്യത്തിൻ്റെ മോട്ടീവ് എന്താണ്? പിന്നീട് ഈ പ്രതി ചേർക്കപ്പെട്ട് 8ാം പ്രതിയായി ഗൂഢാലോചനക്കാരനായി കോടതി ഹാജരാക്കിയ ദിലീപിന് എന്തുകൊണ്ടാണ് ഈ ആനുകൂല്യം ഉണ്ടായത്? ദിലീപിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന തെളിവുകൾ അതൊക്കെ എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ ഈ
കേസിന്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ പ്രോസിക്യൂഷന് കാര്യങ്ങൾ ഉന്നയിക്കാൻ തക്ക പാകത്തിൽ എന്തെങ്കിലും പഴുതുകൾ ഇവിടെ ഈ കോടതിയിൽ ശേഷിക്കുന്നുണ്ടോ? പ്രോസിക്യൂഷന്റെ പ്രതീക്ഷകൾ ഇനി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, ഹൈക്കോടതിയിലോട്ട് പോകുമ്പം പ്രോസിക്യൂഷന് ആ ഗൂഢാലോചന കാര്യത്തിൽ ഈ ലോവർ കോടതി എടുത്ത തീരുമാനത്തോട് യോജിക്കാതെയുള്ള ഒരു വാദഗതി തന്നെയായിരിക്കും ഹൈക്കോടതി. കാരണം സാധാരണഗതിയിൽ കൂടുതൽ ഗൂഢാലോചന കാര്യത്തിൽ ഇവിടെ എവിഡൻസ് വന്നിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നമ്മളൊക്കെ അത് മനസ്സിലാക്കിയപ്പോൾ നമുക്കും ആ ഒപ്പീനിയൻ തന്നെയാണ്. രണ്ട് പേരുകൾ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നതല്ലാതെ അവർ രഹസ്യമായിട്ട് സംസാരിക്കുന്ന വിവരം വെളിയിലോട്ട് വരാൻ ഒരു ചാൻസും ഇല്ല. അതിൻ്റെ ചിലപ്പം തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് രഹസ്യമായിട്ട് അവരെ അതിൻ്റെ ചെറിയ ഒരു ഫ്രാഗ്മെൻ്റ് എന്തെങ്കിലും ഒരു 1-2 വാക്കുകൾ ചിലപ്പം ഓവർ ഹിയർ ചെയ്തെന്ന് വരാം. പക്ഷേ ഇവിടെ വളരെ രഹസ്യമായി രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയത് 4 സിനിമാ ലൊക്കേഷനിലാണ്. ആ 4 ഇവർ തമ്മിൽ രഹസ്യമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള അതിനുള്ള എവിഡൻസ്, ഫോട്ടോ എവിഡൻസ് കൂടെ ഉണ്ട്. പക്ഷേ അപ്പോൾ അവർ തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വളരെ വിദഗ്ധമായിട്ട് കോടതിയിൽ അത് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതേ സമയത്ത് യാതൊരു പരിചയവും അയാളുമായിട്ട് ഇല്ല എന്ന് പറഞ്ഞതിന് ആ വാദഗതി ആണ് പ്രതിഭാഗം ഉന്നയിച്ച് അതിന് യാതൊരു റിലയബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സിനിമാക്കാരുടെ കൂടെ ഡ്രൈവറായിട്ട് നിന്നവനാണ് ഈ പൾസർ സുനി. മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു അയാൾ. അതുപോലെ പല സിനിമാക്കാരുടെയും ഡ്രൈവർ, ഇതിലെ പീഡിതയായ ആ പെൺകുട്ടിയുടെ ഡ്രൈവറുമായിരുന്നു. അപ്പോൾ സിനിമാ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഡ്രൈവർ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഗൂഢാലോചന, അതിൻ്റെ തെളിവുകൾ, അത് കോടതി ഏത് രീതിയിലാണ് അസസ് ചെയ്തതെന്ന് മാത്രമാണ് ഹൈക്കോടതി ഇനി നോക്കേണ്ടതുള്ളൂ. കാരണം ഇതിനകത്തൊരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ആവശ്യമില്ല. ആരോപണം പ്രത്യാരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. കോടതിയുടെ നിഗമനത്തിനോട് നമ്മൾ യോജിക്കുകയും ചെയ്യും. അതേസമയത്ത് അതിനകത്ത് എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടോ ഇല്ലയോ എന്ന് കോടതിയുടെ ആ നിഗമനത്തിനോട് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ അത് ഹൈക്കോടതി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹൈക്കോടതിയിലൊരു സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ ഇതിനകത്ത് നടത്തും എന്നാണ് കരുതുന്നത്. കാരണം ഇതിനകത്ത് ഈ ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശനവും അത് കേസിനെ വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയതാണ്. ആ തെളിവുകൾ, അതിൽ ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ കാണാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം കോടതി? അല്ല, അതാണ് ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് വരട്ടെ. കാരണം ബാലചന്ദ്രകുമാർ വളരെ വൈറ്റലായ എവിഡൻസ് അല്ലേ അതിനകത്ത് വന്നത്. ആ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ ആരുടെയും കയ്യിലില്ലല്ലോ, കേരളത്തിൽ ആരുടെയും കയ്യിലില്ല. ദിലീപിൻ്റെ കയ്യിലുണ്ടെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയാണ് കോടതി അത് ഇൻ്റർപ്രറ്റ് ചെയ്തതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിലേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. 120B കാരണം അത് പ്രൂവ്ഡ് ആണെന്ന് അറിഞ്ഞാൽ ഇതേ ആൾക്കാർക്ക് 20 കൊല്ലം ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിലീപിനും കിട്ടിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50% ദിലീപ് സക്സസ്ഫുള്ളായി. അത് ആയിക്കോട്ടെ, ഇനി ഹൈക്കോടതി കിടപ്പുണ്ടല്ലോ, ഹൈക്കോടതി ഇത് പരിശോധിക്കട്ടെ. അതിനകത്ത് ഹൈക്കോടതിക്ക് പരിശോധിക്കാനായിട്ട് 120B ആണ്, ഗൂഢാലോചന മാത്രമേ ഉള്ളൂ. അതിനകത്ത് പോലീസ് കണ്ടെത്തിയ എവിഡൻസുകൾ അത് ജില്ലാ കോടതി അംഗീകരിച്ചില്ല. അത് ഹൈക്കോടതി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് അതിൻ്റെ അകത്തൊരു പ്രസക്തമായ ഒരു ഭാഗം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു കടമ്പ കിടക്കാൻ പ്രോസിക്യൂഷന്. ഇനി വേറൊരാൾ കൂടാനും നടത്തിയെന്ന് അങ്ങനെയൊക്കെ എന്താ ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പോലീസ് അതൊക്കെ വളരെ വ്യാപകമായി അന്വേഷിച്ചതാണ്. അതുകൊണ്ട് ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഒരു വൈരാഗ്യമൊന്നും ദിലീപിൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ നടിയെ പീഡിപ്പിച്ച കേസിനകത്ത് പോലീസ് അന്വേഷണം നടത്തി. അതിനകത്ത് സീനിയർ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നു. അതേസമയത്ത് ബെഹ്റ ഉൾപ്പെടെയുള്ളവരൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത പോലീസ് തന്നെയുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ചെവി അവർക്ക് അതനുസരിച്ചുള്ള മൈൻഡൊന്നും മാറില്ല. കാരണം അങ്ങനെയാണ് ആ കേസിൻ്റെ അന്വേഷണം നടത്തുന്നവരെല്ലാം സാധാരണ ചെയ്യുന്നത്. കോടതിക്ക് ഇതിനകത്ത് പ്രോസിക്യൂഷൻ്റെ വാദഗതികളും പ്രോസിക്യൂഷൻ നിരത്തിയ എവിഡൻസുകൾ അൺഅക്സെപ്റ്റബിളായിട്ട് വന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ വെറുതെ വിട്ടത്. അതുകൊണ്ട് ഇത് ഹൈക്കോടതി പരിശോധിക്കട്ടെ. കോടതിയുടെ രീതിയിലാണോ ഹൈക്കോടതി ചിന്തിക്കുന്നതെന്ന് നമുക്ക് അപ്പോൾ അറിയാം. കാരണം അതിനകത്ത് ചിന്തകൾക്കും ഇൻ്റർപ്രിട്ടേഷനും വിലയിരുത്തലിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോ ജഡ്ജസിൻ്റെ മനസ്സിൽ. നമ്മുടെയൊക്കെ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ കോടതിയെ നമ്മൾ ഒരിക്കലും തെറ്റു പറയില്ല. കോടതിയുടെ തീരുമാനം എന്ത് വന്നാലും നമ്മൾ അംഗീകരിക്കും. പക്ഷേ അംഗീകാരത്തിന് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഹൈക്കോടതിയിലോട്ട് നീങ്ങുന്നത്. പ്രോസിക്യൂഷൻ ഹൈക്കോടതി നീങ്ങട്ടെ. അതുകൊണ്ട്
നമുക്ക് ദിലീപ് രക്ഷപ്പെട്ടെന്ന് ആരും കരുതണ്ട. കാരണം ദിലീപും പേടിക്കണം. അത് ഹൈക്കോടതി നന്നായിട്ട് ഡിഫൻസ് ദിലീപ് നടത്തട്ടെ. കാരണം ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല, സുപ്രീം കോടതി വരെ പോകും. അതിന് യാതൊരു മാർഗവും ഇല്ല. ശ്രീ വെങ്ങാനൂർ, ഇപ്പം നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചത് ഈ ഗൂഢാലോചന തെളിയിക്കുക, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ അത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പോഴും ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നതായിട്ടാണ്. മറുഭാഗത്ത് ഇപ്പോൾ ദിലീപ് പറഞ്ഞ കാര്യം ഈ വിധിക്ക് ശേഷം പറയുന്നത് ഗൂഢാലോചന തനിക്കെതിരെ നടന്നു, മഞ്ജു വാര്യർ ഗൂഢാലോചന എന്ന് പറഞ്ഞ ശേഷമാണ് ഒരു ഗൂഢാലോചന നടന്നതെന്നാണ്. നമുക്ക് അയാൾക്കും പറയാൻ സ്വാഭാവികമായിട്ടും അയാളുടേതായ അധികാരവും അവകാശവും ഉണ്ട്. ഏത് നിലയിൽ ഇപ്പം അങ്ങനെയെങ്കിൽ അത് ആരാണ് ഇപ്പം ദിലീപ് അത് പറയുമ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ പോലീസ് നടപടികളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ഒരു ശ്രമം കൂടി വേണ്ടതാണ്. സത്യമാണല്ലോ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അയാളാണ് പുറത്തു വരേണ്ടത്, തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി ഈ കേസിലുണ്ടോ? അതിനുവേണ്ടി ഒരുപക്ഷെ ദിലീപ് തയ്യാറാകേണ്ടത് കൂടിയല്ലേ? അങ്ങനെ താനല്ല, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു താനാണ് ഇരയാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നിയമവശവും കൂടി അതിന് ശ്രമിക്കേണ്ടതല്ലേ? ഇദ്ദേഹം രണ്ട് കാര്യം പറയാം. അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട്. അതായത് ചില കേസുകളിലെ സാങ്കേതിക വശം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രതികളുടെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി സാങ്കേതികമായ കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് അവർ വെറുതെ വിടുകയല്ലേ ചെയ്തു. അപ്പോൾ അതായത് അദ്ദേഹം മരിച്ചുവെന്നും അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും അതിനകത്ത് പ്രതികൾ ആരാണെന്നും എന്തെല്ലാം തരം തെളിവുകളുണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ കേസിലും സാങ്കേതികമായ ചില പിഴവുകളാണ് ആ പ്രതികളെ സഹായിക്കാനെത്തിയത്. അപ്പോൾ നമുക്കറിയുന്ന തെളിവുകളോ നമ്മളുടെ വിശ്വാസങ്ങളോ അല്ല, അത് ബഹുമാനപ്പെട്ട കോടതികൾ മുൻപാകെ കൃത്യമായി ഉന്നയിക്കേണ്ട രീതിയിൽ ഉന്നയിക്കുക, നടപടികൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ആ ഉരുട്ടിക്കൊല കേസ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മുടെ തെളിവ് നിയമത്തിൽ പല പരിമിതികളും ഈ ഡിജിറ്റൽ എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറിച്ചാണെങ്കിൽ എന്താണ് ഫസ്റ്റ് കുറ്റപത്രമാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് ഇൻവോൾവ് ആണ്, അവരുടെ കാര്യം മാറ്റി വയ്ക്കുക. നമുക്കിപ്പോൾ ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് ആധാരമായി ദിലീപിനെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചില ഡിജിറ്റൽ രേഖകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഇനി പൂർണ്ണമായും നമുക്കത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള കാര്യം ജഡ്ജിമെന്റ് കയ്യിൽ കിട്ടിയാലേ അറിയുകയുള്ളൂ. 12-ാം തീയതി അറിയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ അനുമാനങ്ങൾ അനുസരിച്ചാണെങ്കിൽ തെളിവ് നിയമപ്രകാരം ഇതിൻ്റെയൊക്കെ പരിമിതികൾ എത്രത്തോളമുണ്ട്? അല്ല, ഈ തെളിവ് നിയമത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നതും അതുപോലെ സാങ്കേതികത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും നമ്മൾ ഈ ഉരുട്ടിക്കൊല കേസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സാധാരണ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ക്വാസി ജുഡീഷ്യൽ ഫോറങ്ങളിലെ സംഗതികളിൽ വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് അല്ല ഒരു കൊലക്കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബലാത്സംഗ കേസ് തുടങ്ങിയ സംഗതികൾ സ്വീകരിക്കേണ്ടത്. അത് ഇപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലും കൃത്യമായി ചെയ്യുന്നതിൽ അപാകതയുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപ് പിടിച്ചെടുത്ത ഡോക്യുമെൻറ്റിൽ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ വാങ്ങിയ ഈ 65B സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അടക്കമാണ് ചില ട്രയൽ സൈഡിൽ പോലും ഈ പ്രോസിക്യൂഷൻ കൊണ്ട് ഹാജരാക്കുന്നത്. ഒരുപക്ഷേ എല്ലാവരെയും ശിക്ഷിക്കുന്ന ചില ജഡ്ജിമാർ അതൊക്കെ സ്വീകരിച്ച് ശിക്ഷിച്ചേക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലെ ഉന്നത കോടതികളിലേക്ക് പോകുമ്പോൾ അത് തികച്ചും നെഗറ്റീവായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യില്ല, പകരം ഒന്ന് സെൻസേഷനിലാക്കുകയോ അല്ലെങ്കിൽ ഒരു പൊതുവികാരം സൃഷ്ടിച്ചിട്ട് അതിൽ ജഡ്ജിയും കോടതിയും വഴിപ്പെടുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഉരുട്ടിക്കൊല കേസ് പോലും. ഇത്രയും സ്ട്രോങ് ആയ പൊതുജന വികാരം ഉണ്ടായിരുന്നിട്ട് പോലും അതിലെ സാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടത്. അതുപോലെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇനി ദിലീപ് ഈ യഥാർത്ഥ കുറ്റക്കാരനെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ ആളെ കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങുമോ എന്നുള്ളതാണ്. അതായത് ഏതൊരു പ്രതിയും ജോർജ് ജോസഫ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു 2 സ്റ്റേജ് കൂടിയുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും കൂടി ഈ കേസിനുണ്ടാകുന്ന വഴിത്തിരിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിധികൾ അനുസരിച്ചിട്ടായിരിക്കും അത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാധാരണക്കാരനായ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫസ്റ്റ് റിമാൻഡ് കൊണ്ട് ഇറങ്ങിപ്പോകുമായിരുന്ന ആളാണ്. ഇതൊരു സെൻസേഷണൽ ആയതുകൊണ്ടും സിനിമാ നടനായതുകൊണ്ടും ഏതാണ്ട് 80-90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ആധികാരികമായ തീരുമാനം മേൽക്കോടതികളിൽ നിന്ന് ഉണ്ടായ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ ദിലീപിനെ പോലെയുള്ള ഒരാൾ അത്തരത്തിലുള്ളൊരു മാനനഷ്ടത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ യഥാർത്ഥ ആളുകളെ കണ്ടെത്താനോ. നമുക്ക് അത് നിയമപരമായ പോരാട്ടമാണ്, ഒരുപാട് നാൾ നീണ്ടുപോകാൻ ഇനിയും സാധ്യത. ശ്രീ ജോർജ് ജോസഫ്, ഈ വിധി നമ്മെ എന്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നു? കാരണം ഇത്തരം കേസുകളിൽ ഒരുപാട് ഗൂഢാലോചന
കുറ്റങ്ങൾ തെളിയിക്കുക എന്ന് നമ്മൾ നേരത്തെ തന്നെ എത്രയോ വലിയ വലിയ കേസുകളിൽ സംഭവങ്ങളിൽ പോലും ഗൂഢാലോചനയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ആദ്യ രണ്ടാമത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് ദിലീപ് അടക്കം പ്രതിയാകപ്പെടുന്നു. അതിനുശേഷം തെളിവുകൾ വരുന്നു, ബാലേന്ദ്രകുമാറിൻ്റെ എൻട്രി. പിന്നെ മറ്റൊരു കാര്യം, പണവും സ്വാധീനമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയും ഊരിപ്പോകാമെന്ന രീതിയിലേക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് ഈ വിധിക്ക് മുൻപേ ചർച്ചയൊക്കെ അങ്ങനെയാകുന്നു. അങ്ങനെ ഒന്നും പാടില്ല. നമ്മളൊക്കെ ആത്യന്തികമായി ഈശ്വരതുല്യം നീതിന്യായവസ്ഥയെ കാണുന്നതാണ്. അപ്പോൾ ഈ വിധി ഏതൊക്കെ അർത്ഥത്തിൽ അടയാളപ്പെടുന്നുണ്ട് ചുരുക്കി? ഇല്ല, പല രീതിയിലല്ലേ ആൾക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോടതിയുടെ വിധി നമ്മൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ തെറ്റാണെന്നോ ചിലപ്പോൾ ശരിയാണെന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ആ വിധി നമ്മൾ അംഗീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കോടതിക്ക് തെറ്റുണ്ടായെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിനകത്ത് 120B ഗൂഢാലോചനയുടെ ഇൻ്റർപ്രിട്ടേഷനാണ് പ്രസക്തമായ ഭാഗം. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ അതിലേക്കാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അത് ഈ കോടതി എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഗൂഢാലോചന, അതിനുള്ള എവിഡൻസ് കൃത്യമായിട്ട് കോടതിയിൽ പോലീസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോടതി എങ്ങനെയാണ് കണ്ടതെന്ന് മനസ്സിലാകുന്നത് രണ്ടാമതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് ആണ് ആ ഗൂഢാലോചനയ്ക്ക് തെളിവ് കൊണ്ടുവന്നെന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു ഇല്ലീഗലാകുന്നില്ല. കാരണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നിയമപരമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെ എവിഡൻസിനുണ്ട്. അത് കയറി വരുമ്പം ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ബാലേന്ദ്രകുമാറിൻ്റെ ആ കഥാപാത്രം വരുന്നതൊക്കെ. അപ്പോൾ അതൊരു ഡിഫക്റ്റായിട്ട് കോടതിക്ക് കാണാനൊക്കില്ല, ആർക്കും കാണാനൊക്കില്ല. പക്ഷേ രണ്ടാമത് ബാലേന്ദ്രകുമാർ വന്ന ശേഷമാണ് ആ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശം ഉണ്ടെന്നുള്ള തെളിവ് പോലീസിനെത്തുന്നത്. പിന്നെ ആർക്കാണ് ഗൂഢാലോചന? ശ്രീ വെങ്ങാനൂരിലേക്ക് പോവാണ്. ശ്രീ വെങ്ങാനൂർ, ഇപ്പോൾ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച ഷേപ്പിംഗ് എന്നൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറയുന്നുണ്ട് ഇനി കൂടുതൽ വാദങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയാൽ ഈ കോടതി എങ്ങനെയൊക്കെയാണ് പരിഗണിച്ച് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ ആ കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഷേപ്പിങ്ങിൽ സത്യത്തിൽ ഈ ഗൂഢാലോചന കുറ്റം അത് പോലീസിന് വന്ന പിഴവാണോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു അമിത ആത്മവിശ്വാസമായിരുന്നു? ഇദ്ദേഹം എനിക്ക് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമ്മൾ പണ്ടേ കേട്ടൊരു പേരാണ്, ഒരു മാഡം. കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാരാണ് ആ കഥാപാത്രം? അതെ, നമുക്ക് ഇതുവരെ അറിയില്ലല്ലോ. അത് അറിയുന്നത് പോലീസിന് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ അതെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് തരം മിസ്സിംഗ് ലിങ്ക്സ് അതിനകത്തുണ്ട്. അപ്പോൾ അത്തരം മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ തന്നെ ഏതൊരു പ്രതിക്കും സഹായകരമായിട്ട് മാറും. ഇപ്പോൾ 1 മുതൽ 6 വരെ പ്രതികൾ ഡയറക്റ്റ് ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ശിക്ഷ കിട്ടിയത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ പോരാ. എന്ത് പർപ്പസിന്, അതിൻ്റെ ഇൻ ഫർദറൻസ് ഓഫ് ദാറ്റ് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ട് കോടതിയിലെത്താത്ത ചില പേരുകൾ കൂടിയുണ്ട്. ആ പേരുകൾ ആകെ അറിയുന്നതും നന്നായി അറിയുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ്. അവരത് സപ്രസ് ചെയ്യുകയാണ് എന്നാണ് എനിക്കൊരു സാധാരണക്കാരെന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരം സംഗതികളൊക്കെ തന്നെ മറ്റു പ്രതികൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ മാത്രമാണ് ഉത്തരവാദി, അഥവാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് മാത്രമാണ് ഉത്തരവാദി. അതിന് ഈ പണമോ സ്വാധീനമോ ജഡ്ജിയോ പ്രതിഭാഗം വക്കീലന്മാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഉത്തരം പറയേണ്ടുന്നത് നമുക്ക് പോലും ദഹിക്കാത്ത ചില കണ്ണികൾ വിട്ടുകളഞ്ഞതിനെ കുറിച്ചാണ്. അതിന് മറുപടി പറയേണ്ട ആളുകൾ മറുപടി പറയാനും സാധ്യതയാണ്. നമ്മളിപ്പോൾ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ എത്തി എന്ന് പറയുമ്പോൾ ഇതേപോലെ മിസ്സിംഗ് ആയ തെളിവുകൾ കൂടിയാണോ എത്തിയത്? അങ്ങനെയെങ്കിൽ കോടതി സ്വാഭാവികമായിട്ടും എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് കൂടിയാണ്. ഇരയെ സംബന്ധിച്ചോളം മേൽക്കോടതിയിലേക്ക് പോയി പൂർണ്ണമായും നീതി ഉണ്ടായിട്ടില്ല എന്ന തോന്നലുണ്ടെങ്കിൽ അത് മേൽക്കോടതികളിലേക്ക് 2 കോടതികൾ കൂടി മേൽക്കോടതികളിലായി ഉണ്ട്. അവിടെ പല അപ്പീലിനുള്ള സാധ്യത സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പീൽ നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ, ഒപ്പം ശ്രീ ജോർജ് ജോസഫ് ചർച്ചയിൽ പങ്കുചേർന്നതിന്.